തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുഞ്ഞിളം കയ്യിൽ പിടിച്ച് അമ്മ കുരിശു വരപ്പിച്ചതിന്റെ ഓർമ്മ കാലം പിന്നിടുമ്പോഴും മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒരു അമൂല്യനിധി എന്ന പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുരിശടയാളത്തിന് പിന്നിൽ ഒരു ചരിത്രം അവശേഷിക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി റോമ ഭരിച്ചിരുന്ന ഒരു കാലം. വിജയം മാത്രം ആവർത്തിച്ചിരുന്ന കോൺസ്റ്റാന്റിയൻ ഒരിക്കൽ മിൻസൻ സൈപ്പൂസ് എന്ന ശത്രു രാജാവിന് മുൻപിൽ പരാജയപ്പെട്ടു. ഇത് കോൺസ്റ്റാന്റിയനെ വളരെയേറെ അസ്വസ്ഥനാക്കുകയും ദുഃഖാർത്തനാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ ദുഃഖഭാരത്താൽ ക്ഷീണിതനായി ഉറങ്ങുന്ന അദ്ദേഹം സ്വപ്നത്തിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ അതിന്റെ നീലിമയുടെ മധ്യേ ചുമന്ന നിറത്തിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുകയും ഈ കുരിശിന്റെ ശക്തി കൊണ്ട് വിജയം വരിക്കാമെന്ന് സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. ഉറക്കമുണർന്ന കോൺസ്റ്റാന്റിയൻ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: യുദ്ധമുഖത്ത് പോകുന്ന പതാകയിൽ കുരിശാകൃതിയിൽ വരയ്ക്കുക, അത് മുൻപോട്ട് പോകട്ടെ. ഈ കുരിശു പതിച്ച പതാകയുമായി മുൻപോട്ട് പോയപ്പോൾ അവർ ശത്രുക്കളെ നിശേഷം പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതരായി മടങ്ങിയെത്തി. തന്റെ വിജയത്തിന് പിന്നിൽ കുരിശാണെന്ന സത്യം അദ്ദേഹം അങ്ങനെ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നത്. കാലങ്ങൾ പിന്നിടുമ്പോഴും ഒരു ക്രൈസ്തവന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന മന്ത്രമാണ് ഈ പ്രാർത്ഥന. തണുത്തുറഞ്ഞ പുൽക്കൂടും മരപ്പണിക്കാരന്റെ വിയർപ്പേറിയ നസ്രത്തും പാവപ്പെട്ടവനെയും പാപിയെയും ചേർത്ത് പിടിച്ച് പൂർത്തിയാക്കിയ പരസ്യ ജീവിതവും ക്രിസ്തുവിന് കുരിശിലേക്കുള്ള പാതയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ കാൽവരിയുടെ കഥനയാത്രയിൽ മലമുകളിൽ തനിക്കായി ഉയർത്തപ്പെട്ട കുരിശിനെ നോക്കി അപ്പാ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് സഹനത്തിന്റെ പാനപാത്രം അവൻ മട്ടുവരെ കുടിച്ചു തീർത്തു. അവസാനം റോമാ സാമ്രാജ്യം അങ്ങേയറ്റം നിന്ദ്യമായി കരുതിയ കുരിശിൽ ഒരു നീച പാപിയെ പോലെ പരിഹാസങ്ങളുടെ നടുവിൽ അവൻ പിടഞ്ഞു മരിച്ചപ്പോഴും ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അന്നു മുതൽ ലോകം നിന്ദ്യമായി കരുതി പാപിക്കുമേ ചുമത്തിയ ആ നുകം ശക്തിയുടെ കവചമായി തീർന്നു. ജീവിതത്തിന്റെ സഹനങ്ങളെ ഭാരമായി കരുതി വിലപിക്കുന്ന മനുഷ്യനു മുമ്പിൽ കുരിശ് ശക്തിയായി തീരട്ടെ. ജീവിതത്തിലെ കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ, കുരിശുകളെ സ്നേഹിക്കാൻ നമുക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ്. കുരിശിലെ സഹനങ്ങളിലൂടെ നടന്ന് ഉയർപ്പിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ച അതേ ക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയായി നമ്മുടെ നാവിലേക്കും ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരുന്നത്. ക്രിസ്തുവിന്റെ വചനങ്ങളാലും ശരീരങ്ങളാലും ശക്തിപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കി തീർക്കാം. ഏവർക്കും വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു.